പുത്തൻപുലരിയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഉത്തരാഖണ്ഡിലെ ആ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെയാണ്. ജനം TV സംഘം ഇപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഗ്രൗണ്ട് റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. നന്ദഗോപനിലേക്ക് തന്നെയാണ് പോകുന്നത്. നന്ദൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും അവിടെ കനത്ത മഴ തുടരുകയാണ്. നമ്മുടെ ജനം TV സംഘം അടക്കം വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏഷ്യൻ ന്യൂസ് സംഘത്തിന്റെ വാഹനം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഇപ്പോഴും അവിടെ മണ്ണിടിച്ചിൽ തന്നെയാണോ നന്ദൻ? തീർച്ചയായിട്ടും അടുത്ത 5 ദിവസത്തേക്ക് ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകും, കൂടുതൽ സങ്കീർണമാകുമെന്ന് വേണം വിലയിരുത്താൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാഹനം മാത്രമല്ല, സമാനമായ രീതിയിൽ പല വാഹനങ്ങളും മുന്നോട്ട് അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആദ്യത്തെ മണ്ണിടിച്ചിലാണ്. ഇങ്ങനെ തുടരെ മറ്റൊരു 9 ഇടങ്ങളിൽ കൂടി സമാനമായ രീതിയിൽ ഇവിടെ ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതായത് ഈ ഉത്തരകാശിയിലേക്ക്, ഋഷികേശിൽ നിന്നും ഉത്തരകാശിയിലേക്ക് പോകുന്ന പ്രധാന വഴിയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം, ഈ ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തെ പോലും അത് കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ ദുരന്ത ബാധിതരെ ഈ വഴിയിലൂടെയൊക്കെ ആയിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും ഗതാഗത സ്തംഭനമായതിനാൽ തന്നെ മറ്റ് വഴികളിലൂടെയാണ് ഈ ദുരന്ത ബാധിതരെ അല്ലെങ്കിൽ ഈ മറ്റും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ സ്ഥിതി രൂക്ഷമാകുന്ന, വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ, ഡൽഹിയിൽ നിന്നുമുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സംഘമായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അതിൽ അവർ ഇതിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ സുരക്ഷിതരാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപക്ഷെ ഈ വാഹനത്തിലുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സംഘാംഗങ്ങളോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരക്കേറിയേണ്ടിയിരിക്കുന്നു. ബിരിരാജ്, നമസ്കാരം. ബിരിരാജ്, എന്തായിരുന്നു സംഭവിച്ചത്? നന്ദൻ, ഇന്നലെ നമ്മൾ ഏതാണ്ട് ഒരു 3:45 പുലർച്ചെ 3:45 എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ വലിയ രീതിയിൽ വാഹനം മുൻപോട്ട് കൊണ്ടുപോകാൻ ദുഷ്കരമായിരുന്നു. പക്ഷേ മുൻപോട്ട് പോയ സമയത്ത് തന്നെ ഈ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ പെട്ടെന്ന് തന്നെ ഇത്രയും ഒരു അടുക്കിൽ ചെളിയും മണ്ണും എത്തുകയായിരുന്നു. ഒപ്പം മലവെള്ളവും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ കുടുങ്ങുകയായിരുന്നു. പിന്നീട് നമ്മൾ വാഹനത്തിൽ നിന്ന് സുരക്ഷിതരായിട്ട് ഇറങ്ങി. പക്ഷേ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് വാഹനം പുറത്തെടുക്കാൻ ശ്രമിച്ചിരുന്നു, പലതും ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും പൂർണ്ണമായിട്ട് പൊതിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു നിസ്സഹായാവസ്ഥയിലായിരുന്നു. പക്ഷേ അപ്പം കുറേ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് NDRFൻ്റെ ഒക്കെ ടീം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെ പോലീസിൻ്റെ മറ്റു സഹായം തേടി? നമ്മളിവിടെ ഉള്ള കുറച്ച് NDRFൻ്റെ ഒക്കെ ടീം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ തന്നെ ഒരു സഹായത്തിൽ ഇപ്പോൾ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഈ രീതിയിൽ JCBയും മറ്റ് യന്ത്ര സാമഗ്രികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് പുരോഗമിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ഉണ്ടായിരുന്ന മാധ്യമ സംഘമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അവർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇത്തരത്തിൽ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട രീതിയിൽ അപകടത്തിൽപ്പെട്ടത്. ആ വാഹനം പുറത്തെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഈ ധാരാലിയിൽ അവിടെ വലിയ രീതിയിലുള്ള ആ അപകടത്തിൻ്റെ വ്യാപ്തി ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് കിലോമീറ്റർ കണക്കിനുള്ള പ്രദേശം പൂർണ്ണമായും അത്തരം ഈ പ്രളയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജലബോംബിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ ഒരു ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു. തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങൾ ശരിക്കും ഭയാനകം തന്നെയാണ്. അതായത് ഒരു നിമിഷം കൊണ്ട് പൊടുന്നനെ ജലം ഇരച്ചെത്തി ഒരു ഗ്രാമം അപ്പാടെ ഒലിച്ചു പോവുക. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ധരാലി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റുകൾ വന്ന് തമ്പടിക്കുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പേർ ഈ അപകടത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ പോലും നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ നന്ദൻ? രഖി, ഉത്തരകാശിയിലെ ധാരായി എന്നുള്ള സ്ഥലം, അത് ഈ കേദാർ ബദരി യാത്രയിലെ ഒരു പ്രധാന ഇടത്താവളമാണ്. അവിടെ കൂടുതൽ തീർത്ഥാടകർ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ കേദാർ ബദരി യാത്ര തീർത്ഥാടന സമയത്ത് അവിടെ ധാരാളം തീർത്ഥാടകരെത്തി അവിടെ തമ്പടിച്ച ശേഷമാണ് അവർ മുകളിലേക്ക് ഈ കേദാർ ബദരി യാത്രയ്ക്കായി സാധാരണഗതിയിൽ പുറപ്പെടുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ വീക്ഷിക്കുമ്പോൾ അവിടെ ധാരാളം ഭക്തജനങ്ങൾ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉള്ള ഭക്തജനങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതേസമയം നേരത്തെ തന്നെ ഈ മഴ മുന്നറിയിപ്പ് ഉത്തരാഖണ്ഡിലെ
BJP സർക്കാർ നൽകിയിരുന്നു. മഴ തീവ്രമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം, അതേപോലെ തന്നെ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും അവരിപ്പോൾ യാത്ര ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് പ്രധാനമായും നേരത്തെ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കൂടുതൽ തീർത്ഥാടകർ ഈ ഒരു അപകടത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ്. എങ്കിൽ തന്നെയും ഈ മുന്നറിയിപ്പ് വരുന്നതിന് മുമ്പേ ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് യാത്ര ആരംഭിച്ചവർ അവർ ഇടത്താവളം എന്ന നിലയിൽ ഈ മേഖലയിൽ, ഈ ഉത്തരകാശിയിലെ ധാരായി മേഖലയിൽ അവർ തമ്പടിച്ചിട്ടുണ്ടാകാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകളിലൊക്കെ തന്നെ അവർ വിശ്രമിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ആ മേഖലയിലെ മുഴുവൻ ഹോട്ടലുകളും ഒലിച്ചുപോയി. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, ആ മാർക്കറ്റ് ഒലിച്ചുപോയി. ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, ആ ക്ഷേത്രം ഒലിച്ചുപോയി. നിരവധി കടകൾ പോയി, ഒട്ടനവധി വീടുകൾ പോയി. അതേപോലെ തന്നെ ഈ ജനങ്ങൾക്ക്, അതായത് ജനങ്ങളുടെ ജീവഹാനി മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, ധാരാളമായി കന്നുകാലികൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇനിയും വ്യക്തമാകാൻ മണിക്കൂറുകൾ വേണ്ടിവരും. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് മാത്രമേ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നിലവിൽ 5 മരണങ്ങൾ മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന് പോലും അവിടെ എത്തുക വളരെ ദുഷ്കരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി സൈനികരും ഈ മണ്ണിടിച്ചിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നും കേൾക്കുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാണോ നന്ദൻ? അതായത് ഇതിലെ രണ്ട് മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായി. ഒന്ന് ഏതാണ്ട് 1:45 ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ സ്ഫോടനം ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി ക്യാമ്പിന് സമീപമായിരുന്നു ഇത്തരമൊരു രണ്ടാമത്തെ ഈ ഒരു സ്ഫോടനം, മേഘവിസ്ഫോടനം ഉണ്ടാകുകയും ഈ മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൽ സൈനികർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 20 സൈനികർ ഈ ഒരു ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. ഇതിൽ ഏതാണ്ട് 3 പേരെ ഇതിൽ രക്ഷിക്കാൻ സാധിച്ചു. എന്നാൽ ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാണ് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സൈന്യത്തിനുപരി NDRFിൻ്റെയും SDRFിൻ്റെയും സേനാ അംഗങ്ങളുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ITBPയുടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ സേനാ അംഗങ്ങൾ കൂടി ഉൾപ്പെട്ട സംഘമാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശവാസികളും ഈ തെരച്ചിലിൽ ഊർജിതമായി തന്നെ പങ്കെടുക്കുന്നു. തങ്ങളുടെ ബന്ധുമിത്രാദികളെ, ഉറ്റവരെ നോക്കി അവർ പല മേഖലകളിലും അലയുകയാണ്. പക്ഷേ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. വലിയ രീതിയിൽ ചെളി പൂണ്ടു നിൽക്കുന്ന അവസ്ഥയാണ്. വലിയ രീതിയിൽ മലവെള്ള പാച്ചിലുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മലവെള്ള പാച്ചിലിൻ്റെ ഒരു ശക്തിയൊക്കെ എത്രമാത്രമുണ്ടെന്ന്. അങ്ങനെ ഈ മേഖലകളിൽ വലിയ രീതിയിലുള്ള ഒരു മലവെള്ള പാച്ചിൽ കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണാതായവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരകരമായ ഒരു ദൗത്യമാണ്. സൈന്യവും പോലും ഇപ്പോൾ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ഒരു അറച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ചില സൈനികരെയും ഇടയ്ക്ക് കാണാതായിട്ടുണ്ട്. ഏതാണ്ട് 2 ആൾ പൊക്കത്തിലൊക്കെ തന്നെ പല മേഖലകളിലും ചെളി അടിഞ്ഞിരിക്കുകയാണ്. പല വീടുകളും പൂർണ്ണമായും, അതായത് ഈ വെള്ളം, നമ്മൾ ആ ദൃശ്യങ്ങൾ, ജലബോംബ് അവിടെ നിന്നും ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വന്ന് ആദ്യഘട്ടത്തിൽ മുഴുവൻ വീടുകളെയും മുഴുവൻ സ്ഥാപനങ്ങളെയും ആ ജലബോംബ് അടിച്ച് ഈ വെള്ളത്തിനൊപ്പം കൊണ്ടുപോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ വെള്ളത്തിൻ്റെ ശക്തി അല്പം കുറഞ്ഞപ്പോൾ പിന്നീട് വന്നത് ചെളി കലർന്ന വെള്ളമാണ്. കൂടുതലും ചെളിയാണ് പിന്നെ വന്നത്. ആ ചെളി മുഴുവൻ പല വീടുകളെപ്പോലും, ഇരുനില വീടുകളെപ്പോലും പൊതിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ ആ ചെളി പല മേഖലകളിലും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് ഈ രക്ഷാപ്രവർത്തനവുമായി എത്തുന്ന അത്തരം രക്ഷാപ്രവർത്തകർക്കും അവരുടെ ജീവനും ഹാനിയാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെയുള്ള ഒരു രക്ഷാപ്രവർത്തനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പോൾ സൈന്യത്തിൻ്റെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഡോഗ് സ്ക്വാഡ് ഇത്തരം ദുരന്ത ഭൂമിയിലേക്ക്, ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ദുരന്ത ഭൂമിയിൽ മണ്ണിനടിയിലും മറ്റും കിടക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച നായകൾ, ആ നായകളെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകളിലേക്കും ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ITBPയുടെയും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെയും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെയും ഈ നായകളുണ്ട്. NDRFിൻ്റെ നായകളും ഈ മണം പിടിക്കുവാൻ, അല്ലെങ്കിൽ ഈ മണ്ണിനടിയിലൊക്കെ തന്നെ പൂണ്ടുകിടക്കുന്ന ജീവനുകൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പരിശീലനം ലഭിച്ച നായകൾ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ അൾട്രാസോണിക് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ
പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത്തരം പരിശോധനകളൊക്കെ തന്നെ നടക്കുമ്പോഴും ഈ പ്രതികൂല കാലാവസ്ഥ ഇത്തരം പരിശോധനകൾക്കും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനും വലിയ തിരിച്ചടി നൽകുന്നു. പ്രത്യേകിച്ച് വരുന്ന 5 ദിവസങ്ങൾ കൂടി അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഒരു 5 ജില്ല, ഈ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി, അതേപോലെ തന്നെ ചമോലി, പിത്തോഗർഗ്, അതേപോലെ തന്നെ രുദ്രപ്രയാഗ് അടക്കമുള്ള 5 ജില്ലകളിൽ വലിയ രീതിയിൽ അതിശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും തീർച്ചയായും നന്ദൻ തുടരുക. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം.